പങ്കാളിത്തം. ഇപ്പൊ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 5 ഇരട്ടിയെങ്കിലും ജനങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ജനകീയമാവുന്നു എന്നുള്ളത് ഇത് നമ്മുടെ ഒരു സാംസ്കാരിക തനിമയുടെ ഒരു പ്രതീകമാണ്. ഈ വള്ളംകളി നമുക്ക് ആ രീതിയിൽ നമുക്ക് ഇതിനെ കണക്കാക്കണം. പിന്നെ ജനങ്ങൾക്കിതൊരു ഉത്സവം, ഓണത്തോടനുബന്ധിച്ചുള്ള ആ ഒരു ആഘോഷത്തിന്റെ ഭാഗം എല്ലാം കൊണ്ടും പിറവംകാരെ നല്ല ആവേശത്തിലാണ്. അത് അവരെ ശരിക്കും എൻജോയ് ചെയ്യുന്നു, അത് കണ്ടാൽ അറിയാതെ. തീർച്ചയായും അദ്ദേഹത്തിന് ഇതൊരു വൈകാരിക ഒരു വള്ളംകളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു റിവോൾവിംഗ് ട്രോഫി കൂടി ഈ മത്സരത്തിലെ ജേതാക്കൾക്ക് സമ്മാനിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ TM ജേക്കബ് എന്നൊരു മനുഷ്യനെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ ഈ ഒരു അനുഷ്ഠാനം? അത് അതേ നിമിഷമല്ലോ, അതെല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. അത് മറ്റൊരു കാര്യം. അദ്ദേഹമാണ് 2011 ഇത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് അദ്ദേഹം അധ്വാനിച്ചിരുന്നു ആ സന്ദർഭത്തിൽ. പക്ഷെ അതിനുശേഷം 2012 അദ്ദേഹത്തിൻ്റെ ഒരു ട്രോഫി മെമ്മോറിയലായിട്ട് വെക്കേണ്ടി വന്നു. അത് വിധി വൈപരീത്യം. അതിനുവേ നന്നായിട്ട് എല്ലാവരും അത് ഉൾക്കൊണ്ട്, ഈ ആഘോഷത്തെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ഞങ്ങൾ. സ്വാഭാവികമായും ഇപ്പോൾ ജനപ്രതിനിധികളൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ട് വള്ളംകളിയുടെ ഒരു ആവേശം? ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങി വെച്ചത് ഞാനാണ്. 26 വർഷം പിറവം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ചുണ്ടൻ വള്ളംകളി തുടങ്ങിയത് 1970-ലാണ്. അന്ന് സാമ്പത്തികമായ പുരാതനം ഉണ്ടായിരുന്നെങ്കിലും ആളുകളുടെ സഹകരണത്തോടെ ചെറിയ തോതിൽ തുടങ്ങി. അതിനുശേഷം കാലഘട്ടത്തിൽ ഇത് എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അന്ന മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയിലാണ് തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. പിന്നെ വീണ്ടും ജയിക്കപ്പ് സാബു വന്നതിന് ശേഷം തുടങ്ങിയിട്ടുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ അതുവരെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. നാളെയും പോകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ചേട്ടാ, പിറവംകാരുടെ ഈ ആവേശത്തെ പറ്റി എന്താ പറയുന്നത്? പിറവത്ത് അപാലവൃത്ത ജനങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ വള്ളത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. 1/2 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് പിറവം വള്ളംകളി. നമ്മുടെ പ്രഥമ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് വരെ പിറവം വള്ളംകളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് പിറവം വള്ളംകളി നമ്മുടെ അന്തരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനങ്ങളുടെ ആവേശമായിരുന്ന ശ്രീ K. കരുണാകരന്റെ സ്മാരകത്തിലാണ് ഈ വള്ളംകളി. അതുപോലെ TM ജേക്കബ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി, ആദ്യ ചെയർപേഴ്സണായിരുന്ന അപ്പത്തെ ഉമാദ് അന്തരജനത്തിന്റെ ട്രോഫി എല്ലാമുള്ള ഈ വള്ളംകളി ആയിരക്കണക്കിന് ഈ പിറവത്തെ അടുത്ത പഞ്ചായത്തുകളായ രാമമംഗലം, മണിയുടെ, പാമ്പാക്കുട, തിരുമാറാടി ഈ ജനങ്ങളിലെല്ലാം 100 കണക്കിന് ആളുകളാണ് ഈ വള്ളംകളിക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ ആവേശത്തിന്റെ ഓളം തീർത്തിട്ട് തന്നെയാണ് വള്ളംകളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻ MLA കൂടിയായ MJ ജേക്കബ് നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹവും ഈ ഉദ്ഘാടന വേദിയുണ്ട്. പിറവത്തിന്റെ ഒരു ആവേശം എത്രത്തോളം പ്രകടമാണ് ഈ വള്ളംകളി? ഈ വള്ളംകളിയുടെ പ്രത്യേകത പിറവത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇതിന്റെ വിജയം എന്ന് പറയുന്നത്